നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആര്യം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ അലോക് തല കുനിച്ച് നിൽക്കുവാണ്. കാരണം അലോകിന് തലയുയർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏ, നീ തെറ്റ് ചെയ്തിട്ടിരുന്ന് നിനക്ക് വിശ്വാസമുണ്ട്, ഇപ്പൊ തന്നെ ഞാന് ദേവമൽ ക്ഷേത്രത്തിലെ മാനേജരെ വിളിക്കാന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ബാലൻ പറഞ്ഞു, "ഉം, ദേ ഇവരുടെ മുന്നിൽ വന്ന് പെട്ടതുകൊണ്ട് ഇവന് തല്ലോ കിട്ടിയോളൂ. പക്ഷെ എന്റെ മുന്നിലായിരുന്നു നിന്നെ തല്ലി കൊന്നേനോ അലോകെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇന്ദിരാമ അലോകിന്റെ മുന്നിലേക്ക് വന്നു. ആ കോളറിനെ അങ്ങോട്ട് പിടിച്ചു. സത്യം പറയടാ, ഉം, നീ ചെയ്താണോ അതെന്ന് ചോദിച്ചു. എന്റെ മോളെ നീ കൊല്ലാൻ നോക്കിയതാണോന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛമ്മ ഞാന് പറഞ്ഞു തീരുമല്ലോ, ഒറ്റ അടിയായിരുന്നു. നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ലടാ. എന്റെ മോളുടെ നേരെ നീ കൈ പൊക്കിയാണ്ടല്ലോ, അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടൂന്ന് കരുതിയോ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോ ഗോമതി വിളിച്ചു, വേണ്ടമ്മയെന്ന് പറയണം. പിന്നീട് ഗോമതി പറഞ്ഞു, എടാ അലോകെ, ഇതേ എന്റെ ഭർത്താവ് ഈ നിൽക്കുന്ന ബാലേട്ടനും പിന്നെ എന്റെ മക്കളും എന്റെ മരുമക്കളും ഉള്ളിടത്തോളം കാലം നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാന്ന് പറഞ്ഞു. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, എടാ ശരിക്കും നീ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ഇതൊന്നും ആയിരിക്കില്ല കിട്ടാൻ പോന്ന. നീ വഴിയിൽ എവിടെയെങ്കിലും കിടന്ന് പുഴുത്ത പട്ടിയപ്പോൾ നീ ചാവത്തുള്ളൂ. നിന്റെ കയ്യിരിപ്പ് അത്ര നല്ലതാ. ഞാൻ വന്നില്ലായിരുന്നേ കാണായിരുന്നു, എല്ലാരും കൂടെ കൂടിയിട്ട് നിന്നെ കുഴിയിലേക്ക് വെച്ചാനും. അതുകൊണ്ട് ഇനിയെങ്കിലും നീ രക്ഷപ്പെടാൻ നോക്ക്. ഈ നിൽക്കുന്നുണ്ടല്ലോ എന്റെ ചേച്ചിയല്ല, ഇതെന്റെ അമ്മയാ. എന്റെ അമ്മയ്ക്ക് നേരെ നീ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ സുകന്യക്ക് ഒട്ടും സഹിച്ചില്ല. സുകന്യക്കും ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു, എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, ഗോമതി ഒന്നും വിരൽ ചൊടിച്ചാൽ മതി നീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഗോമതി പെട്ടെന്ന് ഇന്ദിരാമ്മയെ വിളിച്ചു. വേണ്ടമ്മേ, അമ്മയൊന്നും പറയണ്ടെന്ന് പറയാ, ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇന്ദിരാമ്മ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവിടെ നിന്നിട്ട്. അങ്ങനെയാണ് ദേവമംഗലത്തുള്ള എല്ലാവരും പറഞ്ഞാലും ഗോമതിയുടെ പേരില കൃഷ്ണമംഗലം കിടക്കുന്നതെന്നുള്ള കാര്യം. ഭാഗ്യത്തിന് ഇന്ദിരാമ്മ അത് പറഞ്ഞില്ല. ആ സമയത്ത് രാജശ്രീക്കാണ് ഒട്ടും സഹിച്ചില്ല. രാജശ്രീ പറഞ്ഞു, അതെ എല്ലാരും അത്രയൊന്നും പറയണ്ട എന്റെ അലോകിനെതിരെ എന്നും പറഞ്ഞ് അലോകിനെ സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യത്തോട് കൂടിയിട്ട് എന്താ പറഞ്ഞു, അതെ വേണ്ട രാജശ്രീ, നീ കൂടുതലൊന്നും പറയണ്ട, നമുക്ക് പറയാനുള്ള അർഹത ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. കാരണം അനന്തന് മനസ്സിലായി തെറ്റാളുടെ കയ്യില എന്താ ഏതാന്നൊക്കെയുള്ള കാര്യം. അതിനുശേഷം രാജശ്രീ പറഞ്ഞു, ഭാടാ അലോക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ബാലൻ പറഞ്ഞു, ഒന്ന് നിന്നെന്ന് പറഞ്ഞു, ഇനി മേലാല് ഇത്തരം പരിപാടിയായിട്ട് വന്നാണ്ടല്ലോ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എടാ അലോകെ, നിന്റെ കർണത്തൊരുക്കി ഞാൻ കൈവെക്കാൻ തുടങ്ങിയതാ, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചോണ്ടല്ലോ, നിന്റെ കർണത്ത് ഞാൻ കൈവെക്കൂന്ന് പറഞ്ഞു. അങ്ങനെ നാണം കെട്ട അലോകും കൃഷ്ണമംഗലംകാരും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് ബാലനും ഗോമതി എല്ലാരും കൂടെ അകത്ത് വന്നിങ്ങനെ സംസാരിക്കണ സമയത്ത് ഗോമതി പറഞ്ഞില്ലേ, അതെ ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നമൊന്നും ആരും ഉണ്ടാക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയൊക്കെ ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ആരും പറഞ്ഞു, എവിടെ അവസാനിച്ചെന്ന്, അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ പിന്നെ ആര് സമാധാനം പറഞ്ഞേനും. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, അമ്മ ആ അഗ്നിക്കകത്ത് അങ്ങനെ പെട്ടുപോയായിരുന്നെങ്കിലോ. അവനെ അമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചല്ലേന്ന് ചോദിച്ചു. കൊല്ലാനാ? അവനാ പൊട്ടൻ ചെക്കനാ, അവൻ എന്നെ ഒന്നും കൊല്ലാനൊന്നും പോകുന്നില്ല, അതിനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും അവനില്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലിങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അമ്മ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കാൻ എന്തിനാ? അമ്മയെ അവൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അവൻ എന്നെ കൊല്ലാൻ നോക്കില്ല എന്ന് പറഞ്ഞല്ലോ, അവൻ എന്നെ ധൈര്യം ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മയ്ക്കാനും ഉറപ്പുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല ഗോമതി, നിനക്ക് ഉറപ്പുണ്ടോ അവൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലാന്ന്? അത് പിന്നെ ബാലേട്ട എന്ന് പറഞ്ഞിട്ട് ഗോമതി ആലോചിക്കുകയാണ്. ഇതിനു മുമ്പ് കൃഷ്ണമംഗലത്ത് ചെന്ന് നിന്ന സമയത്ത് ബാലിനുമായിട്ട് പിണങ്ങിപ്പോയ സമയത്ത് അലൂക തന്നെ കൊല്ലാനുള്ള പ്ലാനൊക്കെ നടത്തിയത് ഗോമതി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ കേട്ടത് വേണം. തനിക്ക് കൂടാതെ ചോറിനകത്ത് വിഷം കലർത്തി തന്നാണ്. അതൊക്കെ ഗോമതിയുടെ മനസ്സിൽ കൂടെ മിന്നിമായി വേണം. അവൻ തന്നെ കൊല്ലാൻ തന്നെ പ്ലാൻ ഇട്ടാ, പക്ഷെ അതിവിടെ പറയാൻ പാടില്ല, അത് വലിയ പ്രശ്നമാക്കും. പെട്ടെന്ന് ബാലൻ പിന്നീട് വീണ്ടും ചോദിച്ചു, എന്താ ഗോമതി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, അവൻ തന്നെ കൊല്ലാൻ ശ്രമിക്കില്ലേന്ന്? അത് പിന്നെ ബാലേട്ട, അവനൊങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഒന്നുമില്ലേലും അവന്റെ അപ്പച്ചയല്ലേ ഞാന്, അപ്പൊ പിന്നെ അവൻ അങ്ങനെ ചെയ്യുവോ? അവൻ അതങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇനി അങ്ങനെ എങ്ങനെ ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെന്ന് ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ബാക്കി വെച്ചേക്കില്ല എന്നുള്ള കാര്യം അറിയാം. ആ സമയം ആര്യം പറഞ്ഞു, അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ തീർക്കണായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, നീ എന്തൊക്കെയാടാ പറയണേ? അവനെ തീർത്തിട്ട് നീ എന്ത് ചെയ്യാനാ? ജയിലിൽ പോയി കിടക്കാനാണോ? നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു. ആ സമയം ശ്രീദേവി പറഞ്ഞു, എനിക്ക് പിന്നെ കേസ് കൊടുക്കായിരുന്നു, അതായിരുന്നു നല്ലത്. കേസൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ, ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ആ സമയം ആകാശം പറഞ്ഞു, എന്നാലും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം,
ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഇതെല്ലാം അഗ്നിപൂജ നടന്നുകൊണ്ടല്ലേ. ഈ അഗ്നിപൂജയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃഷ്ണമംഗലംകാരെങ്ങനെ അറിഞ്ഞേ? ആ കൃത്യസമയത്ത് അലോക് അങ്ങോട്ടേക്ക് വരാനൊക്കെ കാരണം ആരാന്ന് ചോദിച്ചു. നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം, അതെങ്ങനെ പുറത്ത് ലീക്കായി. അത് കേട്ടപ്പോൾ സുകന്യ ഒന്ന് വെട്ടി വേർക്കുവാണ്. സുകന്യക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. സുകന്യ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ആ സമയം ബാലൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മുമ്പ് ആ, ഈ പറയുന്ന ആ ഹരീന്ദ്രൻ ഉണ്ടല്ലോ, അയാള് ഇവിടെ ചിട്ടിക്കമ്പനിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചിട്ടിക്കമ്പനി പൊളിഞ്ഞു പോയ സമയത്ത് അച്യുതനും അനന്തനും ഒക്കെയാണ് അയാളെ സഹായിച്ചത്. ഒരു പക്ഷേങ്കില് അച്യുതനും അനന്തനൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു ചിലപ്പോൾ ഗോമതിയെ അയാൾക്ക് അറിയായിരിക്കും. അങ്ങനെ ചിലപ്പോൾ അയാളായിരിക്കും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അച്യുതനോട് പറഞ്ഞ് ചിലപ്പോൾ ആ വഴിയായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ആ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞ ശരിയായിരിക്കും, അതിനുള്ള വഴിയുണ്ട്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ ധർമ്മന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ധർമ്മൻ വിചാരിച്ചു ഇതങ്ങനെ ആയിരിക്കില്ല എന്നൊരു ചിന്തയൊക്കെ ധർമ്മന്റെ മനസ്സിലുണ്ടാവുകയാണ്. ആ സമയത്ത് ഇന്ദിരാമ്മയുടെ മുന്നിലെത്തിയിട്ട് അലോക് പറഞ്ഞു, അച്ഛമ്മേനോട് ക്ഷമിക്ക്, ഈ ഒരു തവണത്തേക്കൂടെ ക്ഷമിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദിരാമ്മ പറഞ്ഞു, വേറെ എന്താണെങ്കിലും ഞാൻ ക്ഷമിച്ചാനും, പക്ഷെ എന്റെ മോളെ നീ ഇല്ലാതാക്കാൻ നോക്കിയത് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അച്ഛമ്മേന്ന് പറഞ്ഞു. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അലോകെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അച്ഛമ്മ മിണ്ടരുത് നീ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മോളെ കൊല്ലാനല്ല നീയൊക്കെ ശ്രമിച്ചേ, അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, അങ്ങോട്ട് മരിക്കാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനന്ത ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയണേ? അതേടാ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചു, പട്ടിണി കിടന്ന് മരിക്കാനായിട്ട്. പട്ടിണി കിടന്ന് മരിക്കാനോ എന്ന് അച്യുതൻ ചോദിച്ചു. അതെ, നിങ്ങൾക്ക് ഗോമതി നിങ്ങളുടെ ആരുമല്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. ഇനി എനിക്ക് ഈ വീട്ടിൽ നിന്ന് ജലപാനം പോലും വേണ്ട, ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ രാജശ്രീ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഒരക്ഷരം പോലും മിണ്ടരുത്. ഇനി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ പോലും ചെയ്തേക്കരുത്. എന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. ഈ വീട്ടിൽ നിന്ന് ഞാൻ ജലപാനം പോലും കഴിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഇന്ദിരാമ്മ അങ്ങോട്ട് കയറിപ്പോയി. ഇന്ദിരാമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ബാലനും ഗോമതിയും മുറിയിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലനോട് ഗോമതി പറഞ്ഞു, ബാലേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, കഷ്ടകാലങ്ങളൊക്കെ ഇതോടുകൂടി മാറിയെന്നാ തോന്നേ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെയ്തു കഴിഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, കാലിന് നല്ല വേദന ഉണ്ടല്ലേ? അത് പിന്നെ അവിടെ പൂജ നടക്കുന്ന സമയത്ത് വേദന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴും വേദന എടുക്കുന്നുണ്ടെന്ന് പറയണ. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ബാലനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതി പറഞ്ഞു, അല്ല ബാലേട്ടാ, സ്വാമി പറ്റി എന്തോ മാറ്റി നിർത്തി ബാലേട്ടനോട് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു എന്ന് ചോദിച്ചു. അതോ? പെട്ടെന്ന് ബാലന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ഗോമതിയോട് പറയാൻ പറ്റില്ലല്ലോ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിനെ കുറിച്ച്. ബാലൻ പറഞ്ഞു, അത് പിന്നെ പൂജയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു, കഷ്ടകാലങ്ങളൊക്കെ മാറിയെന്നാ പറഞ്ഞേ. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. ഇത്തിരി കഷ്ടപ്പെട്ട എന്താ, വേദന സഹിച്ചാൽ എന്താ, പൂജകളൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു, നമ്മുടെ കഷ്ടകാലമൊക്കെ മാറിയില്ലെന്ന് ചോദിച്ചു. ഇനി എനിക്ക് സമാധാനത്തോടെ ഇച്ചിരി സമയം കിടക്കാം. ബാലേട്ടന്റെ മടിയിൽ ഞാൻ ഇച്ചിരി സമയം തലവെച്ച് കിടന്നോട്ടെന്ന് ചോദിച്ചു. അതിനെന്താന്ന് പറഞ്ഞു. അങ്ങനെ ബാലന്റെ മടിയിലേക്ക് ഗോമതി തലവെച്ച് കിടക്കുവാണ്. ആ സമയത്ത് ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ട, ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയാവോ? എന്താ ഗോമതി? പണ്ട് ആ മഴയുള്ള ഒരു ദിവസം രാത്രിയിൽ ബാലേട്ടന്റെ കൈ പിടിച്ച് ഞാൻ പോന്നില്ലേ, അത് കാര്യമാണ് എന്റെ മനസ്സിലുള്ള. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, ആ ഒരു ചിന്തയാണ്. എത്ര വർഷം കഴിഞ്ഞാലും അതെനിക്ക് മറക്കാൻ പറ്റില്ല, ബാലേട്ടനോടൊപ്പമുള്ള ആ ഒരു വരവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലനും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഗോമതി അതൊക്കെ ഓർത്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ മയക്കത്തിലേക്ക് വീണു. ഇതേ സമയത്ത് സുകന്യയും ധർമ്മനും കൂടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മ സുകന്യയോട് പറഞ്ഞു, സുകന്യ, എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അതൊക്കെയുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, എനിക്കറിയാം ധർമ്മേട്ടൻ എന്താ ചോദിക്കാൻ പോകുന്നത്. എന്ത്? അല്ല, ഞാൻ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ, എനിക്ക് പ്രേമം ഉണ്ടായിരുന്നൊക്കെയല്ലേ, അതൊക്കെയല്ലേ ധർമ്മേട്ടൻ അറിയണ്ടേ. അങ്ങനെയാണ് ധർമ്മേട്ടൻ കേട്ടോളാൻ പറയണം. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എനിക്ക് അതൊന്നും അല്ല അറിയണ്ടേ. പിന്നെയോ, ഇവിടെ അഗ്നിപൂജ നടക്കുന്ന കാര്യം എങ്ങനെയാ കൃഷ്ണമംഗലത്തുള്ളവരറിഞ്ഞ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് പറഞ്ഞു. കൃഷ്ണമംഗലത്തുള്ളവരറിഞ്ഞ എന്താ ധർമ്മേട്ടൻ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അല്ല, സത്യം പറ, കൃഷ്ണമംഗലകാരുമായിട്ട് കൂട്ടുള്ള നിനക്കാണ്, നീയാണ് അവിടെ ഇടയ്ക്ക് പോകുന്നത്, നീയാണോ അവിടെ പോയി പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സുകന്യ അങ്ങ് ചാടി എഴുന്നേറ്റു. കള്ളത്തരം മറക്കണമല്ലോ. സുകന്യ പറഞ്ഞു, ധർമ്മേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി? ഈ ദേവമംഗലത്തുള്ള ആരെങ്കിലും പറഞ്ഞോ ഞാനാ ഇത് പറഞ്ഞെന്നുള്ള കാര്യം? സുകന്യ ശബ്ദം താത്തി പറ, ഞാൻ ശബ്ദം ഉയർത്തി തന്നെ പറയും. പെട്ടെന്ന് ധർമ്മം പോയി കഥ ചാരിയിട്ട് വന്നു. ആരെങ്കിലും കേൾക്കും, ഈ വീട്ടിലുള്ളവര് കേൾക്കട്ടെ. ഞാൻ ചോദിച്ചിട്ട് തന്നെ കാര്യം, ഞാൻ ബാലേട്ടനോട് പോയി ചോദിക്കാം, ഞാനാണോ ഉള്ളവരോട് ഈ അഗ്നിപൂജയെ കുറിച്ച് പറഞ്ഞതെന്ന്. എന്റെ സുകന്യെ, നീ ഒന്ന് പതുക്കെ പറ. ഞാനിനി പതുക്കെ പറയാനൊന്നും പോകുന്നില്ല, ഞാനിതിന് പതുക്കെ പറയണം. പതുക്കെ പറയേണ്ട കാര്യം എന്താ? ബാലേട്ടനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, അല്ല, ബാലേട്ടൻ പറഞ്ഞത് ഈ പറയുന്ന അച്യുതേട്ടനെ അനന്തേട്ടനെയൊക്കെ ഹരീന്ദ്രനെ നേരത്തെ അറിയാറുന്ന ദേവിമല ക്ഷേത്രത്തിലെ മാനേജര്. ഓ,
അപ്പൊ അങ്ങനെ അറിയായിരുന്നില്ലേ? അപ്പൊ അവര് പറഞ്ഞാന്ന് ഉറപ്പായല്ലോ. എന്നിട്ട് എന്റെ തലയിലേക്ക് കുറ്റം കെട്ടി വെക്കാൻ നോക്കിയത്. അല്ല, ഞാൻ കരുതി നീ ആയിരിക്കുന്നു പറഞ്ഞത്. പിന്നെ എന്ത് വന്നാലും ഇപ്പൊ എനിക്ക് സമാധാനമായി. ഉം, ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ തലയിലേക്ക് കെട്ടിവെക്കാനാണല്ലോ ധർമ്മേണ്ണന് ഇഷ്ടം എന്ന് പറഞ്ഞ് സുകന്യ ദേഷ്യപ്പെട്ട ആ കട്ടിലേക്ക് പോയി കിടക്കുവാണ്. സുകന്യ, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാ. മാപ്പെന്ന് പറയാ, നിങ്ങളൊരു മാപ്പും പറയണ്ട, ഒരു കോപ്പും പറയണ്ടെന്ന് പറഞ്ഞു. അല്ലേലും അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ അങ്ങ് തിരിഞ്ഞു കിടന്നു. ധർമ്മനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ഇതേ സമയത്ത് ഇന്ദിരാമ ആഹാരം പോലും കഴിക്കാതെ കൃഷ്ണമംഗൽ തിരിക്കണം. അപ്പോഴേക്കും അച്യുതനും അനന്തനും അവർക്ക് അങ്ങോട്ട് വന്നു. അനന്തം വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു. കയ്യെ പിടിക്കണം, തൊട്ടുപോലെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ ചീറുവാണ്. മാറിപ്പോയിക്കണം, എന്റെ അടുത്തേക്ക് പോലും ആരും വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.